നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ് അല്ലെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ആൻഡ് ഓൾറെഡി ഫ്രം ദ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് അബൻഡൻസും ഹാപ്പിനെസ്സും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ സൈക്കിൾ എൻഡ് ചെയ്യാത്തത് കൊണ്ടും ഇതിൽ സ്റ്റക്ക് ആയതുകൊണ്ടും നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ഷൻ ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഇവരുമായിട്ടുള്ള ഹാങ് ഔട്ട്, പുറത്തിറങ്ങുക, സംസാരിക്കുക, കൂട്ട്, ഇതെല്ലാം പോയി കാണണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഫ്രണ്ട്ഷിപ്പ് അവൈലബിൾ ആണ്, പുതിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ സാധിക്കും. ബട്ട് നിങ്ങൾ ഈ ഒരു കണക്ഷൻ എൻഡ് ചെയ്താൽ മാത്രം. ബിക്കോസ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന പല ഓപ്പർച്യൂണിറ്റീസിനും ഇവർ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നു ഈ പേഴ്സൺ നിങ്ങൾ ഗുണമാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്കിതിനകത്ത് മനസ്സിലാവുന്ന ഈ ഒരു പേഴ്സൺ ഇസ് ബ്ലോക്കിംഗ് യുവർ എനർജി. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ എനർജി എന്താണ്, ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എപ്പോഴായിരിക്കും ഏകദേശം